തിങ്കളാഴ്ച രാജ്യം സന്ദർശിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിന്റെ പ്രതീകമായ പ്രാവിന്റെ സ്വർണ്ണപ്രതിമ സമ്മാനിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബാക്കിയുള്ള എല്ലാ ഇസ്രായേൽ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ച ദിവസമാണ് ട്രംപിന്റെ സന്ദർശനം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഉടമ്പടിയിൽ മധ്യസ്ഥനായ ട്രംപ് ഇന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. തുടർന്ന് ഗസ സമാധാന ഉച്ചകോടിക്കായി ഈജിപ്തിലേക്കും യാത്ര തിരിക്കും. യുദ്ധം അവസാനിച്ചു, ഇത് മഹത്തായ ഒരു ദിനമാണ്, ഇതൊരു പുതിയ തുടക്കമാണ്. ഇസ്രായേലിലെത്തിയ ട്രംപ് വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഹമാസ് നിരായുധീകരണ പദ്ധതി പാലിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. നേരത്തെ US മധ്യസ്ഥതയിലുള്ള ഗസ വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് 20 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലാണ് ബന്ദികളെ മോചിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 7 പേരെ റെഡ് ക്രോസിന് കൈമാറി. രണ്ടാം ഘട്ടത്തിൽ ബാക്കി 13 പേരെയും. ഇതിന് പകരമായി ഇസ്രായേൽ 1900-ലധികം പലസ്തീൻ തടവുകാരെ വിട്ടേക്കും. ട്രംപ് ഇപ്പോൾ ഈജിപ്തിന്റെ ഷർം അൽ ഷെയ്ഖിലേക്കാണ് പോവുക. അവിടെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താവുമായി ചേർന്ന് ഗസ സമാധാന ഉച്ചകോടിയിൽ സഹ അധ്യക്ഷത വഹിക്കും. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിങ്ങനെ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും. മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും വർദ്ധിപ്പിക്കുകയും പ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പുതിയ യുഗം ആരംഭിക്കുകയും ചെയ്യുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്നും പറയുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.